നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് JJ ടോക്സ്. JJ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ്, ഹലോ, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. പെറോട്ട എങ്ങനെ വീട്ടിലുണ്ടാക്കാം, ടേസ്റ്റി ആയിട്ടുള്ള പെറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇത് ഏകദേശം ഇത് നമ്മൾ കാണുന്നതിൽ 1.5 കിലോ മൈദമാവുണ്ട്. അതിലേക്ക് നമ്മൾ മുട്ട ചേർക്കുകയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുകയായതുകൊണ്ട് നമ്മൾ മുട്ട ഒക്കെ വളരെ കോഴിമുട്ടയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. വീട്ടിലുണ്ടാക്കുകയായതുകൊണ്ട് മുട്ട ഇച്ചിരി അധികം ചേർത്താലും നല്ല കൂടുതൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇതിൽ നമ്മൾ 4 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുണ്ടാക്കുമ്പോൾ ഒരു 6 മുട്ട വരെയൊക്കെ ചേർക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റും അതിൻ്റെ മയവും ഒക്കെ കൂടുന്നതായിരിക്കും. ഈ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് ഇളക്കുമ്പോഴെന്ന് പറയുന്നത് നമ്മൾ ഈ മുട്ട ഒരു സ്ഥലത്ത് മാത്രമാകാത്ത രീതിയിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിലേക്ക് വളരെ നല്ലതായിട്ട് സമയമെടുത്ത് നല്ലതായിട്ട് കുഴയ്ക്കും. പിന്നീട് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് പാലാണ്. പാല് നമ്മൾ ചൂടാക്കി ഇതോടൊപ്പം ചേർക്കുക. നമ്മൾ കടയിലൊക്കെ കിട്ടുമ്പോൾ അവർ പാലൊന്നും ചേർക്കാനാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയായതുകൊണ്ട് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനും ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇളം ചൂടോടുകൂടി നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു മൈദയ്ക്ക് ഇച്ചിരി കൂടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അപ്പം ഈ പാല് ചേർക്കുമ്പോൾ തിളപ്പിച്ച പാലാണ് നമ്മളൊരു ഇളം ചൂടോടുകൂടി ചേർക്കുക. ഇതിനകത്ത് ഈ മൈദയ്ക്കകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് അനുപാതികമായിട്ട് ഇട്ടിട്ടുണ്ട്. ഉപ്പെന്ന് പറയുന്നത് ഇതിപ്പോൾ 1.5 കിലോ മാവുള്ളതുകൊണ്ട് ഒരു 2 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ സോഡാപ്പൊടി ഇതിനൊപ്പം ചേർക്കുക. സോഡാപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ വളരെ ഈ ഒഴിച്ച പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ നല്ലതായിട്ട് കുഴയ്ക്കുക. വളരെ നല്ലതായിട്ട് സമയമെടുത്ത് നമ്മൾ കുഴയ്ക്കേണ്ടതാണ്. കുഴയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്നെസ് കിട്ടും. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പാലും മുട്ടയും ഒക്കെ നല്ലതായിട്ട് ചേർത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ് നല്ല ഹൈജീനായിട്ട് കുഴച്ചതിന് ശേഷം അതിപ്പോൾ പാം ഓയിൽ എടുത്തിട്ട് ഈ കുഴച്ചിരിക്കുന്ന അതിൻ്റെ മണ്ടയിലോട്ട് മൊത്തത്തിൽ ഒഴിച്ചിട്ട് മൊത്തത്തിൽ പുരട്ടി അത് തേക്കുക. കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളത് പുരട്ടി എല്ലായിടത്തും മിക്സ് ചെയ്യുക. എണ്ണ അത് മണ്ട സർഫസിൽ മാത്രം വെച്ചിരിക്കുന്ന ആ തറയിൽ എല്ലാം ചേർത്ത് നല്ല ഭംഗിയായിട്ട് എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ പുരട്ടുക. അതിനുശേഷം നമ്മൾ ഈ ബോളിൻ്റെ മണ്ടയിൽ നമ്മൾ നനഞ്ഞ തോർത്തിട്ടിട്ട് നമ്മൾ മൂടുക. നനഞ്ഞ തോർത്ത് ഇട്ടിട്ട് അല്പം വെള്ളമൊക്കെ അതിൻ്റെ മണ്ടയിൽ തളിച്ച് അങ്ങനെ ഒഴിച്ചു വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊരു 2 മണിക്കൂറോളം ഇങ്ങനെ വെക്കുക. ഇത് പുളിക്കാനായിട്ട് നമ്മളൊരു 2 മണിക്കൂറോളം വെക്കേണ്ടതാണ്. ഇത് 2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കഴിക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ബോൾ പിടിക്കാനായിട്ട് അങ്ങനത്തെ മാവ് അങ്ങനെ നമ്മുടെ കയ്യിലെടുക്കാവുന്ന പരുവത്തിലെടുത്തിട്ട് നമ്മൾ ബോൾ പിടിക്കാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലെടുക്കാവുന്ന പരുവത്തിലെടുത്തിട്ട് നമ്മൾ ഇടത്തെ കയ്യിൽ 2 വിരൽ ഇങ്ങനെ ആ പിക്ചറായിട്ട് വെച്ചിട്ട് ആ പുറകിൽ നിന്ന് മാവ് ഇങ്ങനെ തള്ളി കൊടുക്കുക. മറ്റേ ഈ തള്ളവിരലും മറ്റേ ചൂണ്ടുവിരലും നമ്മൾ ഫിക്സറായിട്ട് വെക്കും. എന്നിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോൾ ആ മാവ് ഇങ്ങനെ വന്നിട്ട് റൗണ്ടായിട്ട് ഒരു ബോൾ പരുവത്തിൽ നമ്മളിങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ ആ ബോൾ പരുവത്തിൽ നമ്മുടെ കറക്റ്റ് വലിപ്പമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ മുറിച്ച് എടുക്കാൻ ഒരു ബോൾ പരുവത്തിൽ നമുക്ക് എക്സാക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൊറോട്ടയുടെ ആ ബോൾ പിടിക്കുന്നത്. ഇങ്ങനെ ബോൾ പിടിച്ച് റൗണ്ടായിട്ടുള്ളത് നമ്മൾ എടുക്കുക. ഇങ്ങനെ പല ടൈപ്പിലുള്ള ഇങ്ങനെ ബോൾ വെച്ചിരിക്കുന്നതാണ്. ആ മാവിൽ മൊത്തം ബോൾ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ബോൾ വെച്ചിരിക്കുന്നതിൻ്റെ മണ്ടയിൽ മൊത്തം നമ്മൾ ആ പാം ഓയിൽ ജസ്റ്റ് ഒഴിക്കുക. മൊത്തത്തിൽ ഒഴിക്കുക. പാം ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഓരോ ബോളും എടുത്ത് അതിൻ്റെ എല്ലാ സർഫസിലും മൊത്തം വരുന്ന പാം ഓയിൽ മൊത്തത്തിൽ പുരട്ടുക. മൊത്തം ഇങ്ങനെ പുരട്ടി എല്ലായിടത്തും വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഈ ബോൾ പിടിച്ചിരിക്കുന്ന ഇതിൻ്റെ മാവിൻ്റെ മണ്ടയിൽ നമ്മുടെ നനഞ്ഞ തോർത്ത് ഒരു വിരിച്ചിട്ടിട്ട് നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട്
ഒരു മണിക്കൂറോളം വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ അത് പുറത്തെടുക്കുമ്പോൾ നമ്മൾ ഈ കിട്ടുന്നതാണത്. ഇതിനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോൾ പിടിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, എണ്ണ തേച്ച് വെച്ചിരിക്കുന്നത്, അത് നമ്മൾ ഏത് ടേബിളിലാണ് ആ ടേബിളിൽ മൊത്തം നടക്കുന്ന നല്ലതായിട്ട് എണ്ണയെല്ലാം പുരട്ടുക, ഓയിലെല്ലാം പുരട്ടിയതിന് ശേഷം നമ്മൾ ഈ ബോൾ എടുത്തിട്ട് ആ ബോളിൻ്റെ മണ്ടയിലായിട്ട് നമ്മൾ പാം ഓയിൽ തേച്ചതിന് ശേഷം ഈ റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ കൂട്ട് ചെയ്യും. എണ്ണ നല്ലതായിട്ട് ഉപയോഗിക്കണം. എണ്ണ നല്ലതായിട്ട് തേച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടൊരു ഷേപ്പ് കിട്ടുന്നത്. അത് കറക്റ്റ് റൗണ്ടിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് കൈയുടെ പാം വെച്ച് തന്നെ നല്ലതായിട്ട് പരത്തുക. എണ്ണയൊക്കെ നല്ലതായിട്ട് പാം ഓയിലാണ് ഏറ്റവും എല്ലാവരും ഉപയോഗിക്കുന്നത്. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പാം ഓയിലാണ്. പിന്നെ ഇതിനെയും അടുത്ത് വീശുന്നതാണ്. അപ്പോൾ ഇടം കൈ ഇങ്ങനെ മലർത്തി പിടിച്ചു കഴിഞ്ഞാൽ വലം കൈ 4 വിരൽ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം അടിക്കുക. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ റൗണ്ടായിട്ട് പോയി അങ്ങനെ വീശിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വീശാൻ പറ്റും. ഇനി കുറച്ചൊന്ന് പ്രാക്ടീസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒന്ന് 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. അത് നമുക്ക് നല്ലതായിട്ട് വീശി എടുക്കാൻ സാധിക്കുന്നത്. ഇനി വീശിയതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ആ കട്ട് ചെയ്ത ഒരു പീസ് എടുത്തിട്ട് നമ്മളിതുപോലെ നീട്ടുക. ഇങ്ങനെ അടിച്ച് നമുക്ക് ആ ഒരു കറക്റ്റ് ലെങ്ത് ആയതിനു ശേഷം അടുത്തത് നമ്മളിങ്ങനെ ചുരുട്ടുന്നത് നോക്കുക. ഈ വീഡിയോ കാണിച്ചത് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ചുറ്റി അതിൻ്റെ ഭാഗം അതിൻ്റെ അടിയിൽ കൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കുക. അങ്ങനെ ഇതിനകത്ത് മാറ്റി വെക്കുക. അതേപോലെ ഈ ബോളിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ബോളിനകത്ത് നമുക്ക് ഏകദേശം 2 പൊറോട്ട, ഇപ്പോൾ ഈ ഒരു 2 റൗണ്ട് നമുക്ക് കിട്ടും. ഒരു ബോളിനകത്ത് നമുക്ക് 2 പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പറ്റും. ചില ബോൾ നമ്മൾ എടുക്കുമ്പോൾ അതിന് വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെ വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് 3ആയിട്ട് മുറിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീശുന്നത് അറിയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 3ആയിട്ട് മുറിക്കാനും പറ്റും ചിലത്. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം അങ്ങനെ ആ ഒരു കെട്ടുപോലെ ആക്കിയിട്ടുണ്ട് പൊറോട്ടയുടെ, നമുക്കറിയാം. ഇനി അടുത്ത് എടുക്കുന്ന ആ ഒരു ഇത് എടുത്തിട്ട് പാം ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കൈയുടെ വെള്ളം വെച്ച് നമ്മൾ പരത്തും. അപ്പം നല്ലതായിട്ട് എണ്ണ ഉപയോഗിക്കണം. പാം ഓയിൽ അതിൻ്റെ മണ്ടയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു നല്ലതായിട്ട് പരന്ന് കിട്ടത്തുള്ളൂ. അടിച്ച് കൈ കൊണ്ട് നല്ലതായിട്ട് അടിച്ച് നന്നായിട്ട് പരത്തുക. ഇങ്ങനെ ഇതേപോലെ നമ്മളെല്ലാ ഇതിനും നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു പാനിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചുട്ടെടുക്കുക. ചുടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിട്ട് മൈദ ആയതുകൊണ്ട് നല്ലതായിട്ട് വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഇങ്ങനെ 2 വശവും നമ്മൾ നന്നായിട്ട് എടുക്കേണ്ടതാണ്. ചുട്ടെടുത്തതിന് ശേഷം നമ്മളിതൊരു കാസ്ട്രോളിൽ ഓരോന്നോരോന്ന് കാസ്ട്രോളിലാണ് വെക്കേണ്ടത്. കാസ്ട്രോളിലെല്ലാം എടുത്തതിന് ശേഷം നമ്മളൊരു കാസ്ട്രോളിൽ നിന്നൊരു 10 എണ്ണം വീതം എടുത്ത് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പൊറോട്ട കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.